തലവേദനയ്ക്ക് കുത്തിവയ്പ്പെടുത്ത 7 വയസ്സുകാരൻ്റെ കാല് തളർന്നെന്ന പരാതിയിൽ ഡോക്ടർക്കും നഴ്സിനുമെതിരെ കേസ്. തൃശൂർ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടറെ 1-ാം പ്രതിയും മെയിൽ നഴ്സിനെ 2-ാം പ്രതിയും ആക്കിയാണ് ചാവക്കാട് പോലീസ് കേസെടുത്തത്. പാലയൂർ സ്വദേശി ഷാഫിലിൻ്റെ മകൻ മുഹമ്മദ് ഗസാലിയുടെ ഇടത് കാലിനാണ് കുത്തിവയ്പ്പെടുത്തത് മൂലം തളർച്ച ബാധിച്ചത്. ഡിസംബർ 1-നാണ് സംഭവം. പാലയൂർ സെന്റ് തോമസ് LP സ്കൂളിലെ 2-ാം ക്ലാസ്സുകാരനായ മുഹമ്മദ് ഗസാലി തലവേദനയെ തുടർന്നാണ് മാതാവുമൊത്ത് താലൂക്ക് ആശുപത്രിയിലെത്തിയത്. അത്യാഹിത വിഭാഗത്തിലെ ഡ്യൂട്ടി ഡോക്ടറെ കാണിച്ചപ്പോൾ 2 കുത്തിവയ്പ്പുകൾ എടുക്കാൻ നിർദ്ദേശിച്ചു. തുടർന്ന് ഗസാലിയുടെ ഇടതു കൈയിൽ ആദ്യം കുത്തിവയ്പ്പ് നൽകി. കൈയിൽ വേദന അനുഭവപ്പെടുന്നതായി കുട്ടി പറഞ്ഞപ്പോൾ പുരുഷ നഴ്സ് സിറിഞ്ച് താഴെ വെച്ച് അവിടെ നിന്ന് പോയെന്നും മാതാവ് പിന്നാലെ പോയി പറഞ്ഞിട്ടാണ് നഴ്സ് തിരികെ വന്നതെന്നും പരാതിയിൽ പറയുന്നു. പിന്നീട് അരക്കെട്ടിൽ ഇടതുഭാഗത്തായി കുത്തിവയ്പ്പ് നൽകി. ഇതോടെ ഇടതുകാലിൽ ശക്തമായ വേദനയും തരിപ്പും അനുഭവപ്പെട്ടു. എഴുന്നേറ്റ് നടക്കാൻ ശ്രമിച്ചപ്പോൾ വീഴാൻ പോകുകയും ഇടതുകാലിന് ബലക്കുറവ് തോന്നുകയും ചെയ്തു. ഇതോടെ കുട്ടിയുടെ മാതാവ് ഡോക്ടറെ ചെന്നുകണ്ട വിവരം പറഞ്ഞു. കയ്യിൽ തടിപ്പുള്ള ഭാഗത്ത് പുരട്ടാൻ ഓയിൻമെന്റ് നൽകിയ ഡോക്ടർ കാലിലേത് മാറിക്കോളുമെന്നും പറഞ്ഞ് വീട്ടിലേക്ക് വിട്ടു. എന്നാൽ വീട്ടിലെത്തിയിട്ടും മാറ്റമില്ലാതായതോടെ കുട്ടിയെ കോട്ടക്കലിലെ ആശുപത്രിയിൽ എത്തിച്ചു. മരുന്ന് മാറിയതിനാലോ ഇഞ്ചക്ഷൻ ഞരമ്പിൽ കൊണ്ടതിനാലോ ആവാം കാലിന് തളർച്ചയുണ്ടായതെന്നാണ് അവിടെയുള്ള ഡോക്ടർ പറഞ്ഞത്. ഇതോടെ രക്ഷിതാക്കൾ ചാവക്കാട് പോലീസിന് പുറമെ ആശുപത്രി സൂപ്രണ്ട്, ജില്ലാ മെഡിക്കൽ ഓഫീസർ, MLA, ആരോഗ്യമന്ത്രി, ബാലാവകാശ കമ്മീഷൻ എന്നിവർക്കും പരാതി നൽകി. ഇഞ്ചക്ഷൻ എടുത്ത നഴ്സിനും ഡോക്ടർക്കുമെതിരെ കർശന നടപടി വേണമെന്നും കുട്ടിയുടെ കാലിലെ ഞരമ്പിന്റെ ശേഷി പൂർണ്ണമായും നഷ്ടപ്പെട്ടുവെന്നും 6 മാസമെങ്കിലും തുടർ ചികിത്സയുണ്ടെങ്കിലേ കുട്ടിക്ക് ചലനശേഷി തിരികെ ലഭിക്കൂവെന്നും കുടുംബം പറയുന്നു. ഒരു ഞരമ്പ് ഫുള്ള് ഡെഡായേക്കണം, അതിൻ്റെ സെൻസറി മോട്ടോർ ഫുള്ളും ഡെഡായി കിടക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നത് ഈ സംഭവം വിവരിച്ചപ്പോൾ പറഞ്ഞപ്പോൾ ആ ഇഞ്ചക്ഷനിൽ ചിലപ്പോൾ ആ ഫോഴ്സിൽ ആ മരുന്നിൻ്റെ ഇമ്പാക്റ്റ് ആ ഞരമ്പിന് വന്നിട്ടുണ്ടായിരിക്കണം. ഇതിൽ 1-ാം പ്രതി മെയിൽ നേഴ്സ് തന്നെയാണ്. അവർക്ക് നടപടി എടുത്തേ പറ്റൂ, ശക്തമായ നടപടി എടുക്കുകയും വേണം. ഇതിനു വേണ്ടി ഞങ്ങൾ ഓടാത്ത സ്ഥലങ്ങളില്ല. അതേസമയം സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തി ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് റിപ്പോർട്ട് നൽകുമെന്ന് ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു. അമൃത ന്യൂസ്, തൃശൂർ.